വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ആദ്യം വാർത്ത നൽകിയത് ദേശാഭിമാനിയാണെന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞു. ജൂൺ 1 ആദ്യം വാർത്ത നൽകിയത് എക്കണോമിക് ടൈംസ് ആണ്. ജൂൺ 3 മാതൃഭൂമിയും വാർത്ത നൽകി. ദേശാഭിമാനി നൽകിയത് കേരളം വായിച്ചറിഞ്ഞ വാർത്തയാണ്. ഇത് സംബന്ധിച്ച് വി.ഡി. സതീശൻ നടത്തിയ പ്രതികരണം കാണാം. ജൂൺ 5 2026 ദേശാഭിമാനി പത്രം വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5. വിവരങ്ങളുമായി ഉമേഷ് കൂടി ചേരുകയാണ്. ഉമേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വി.ഡി. സതീശന്റെ അടുത്ത വാദം കൂടി പൊളിയുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആര്യ, ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ് കേട്ടത്. അതായത് ഈ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് അദാനി കമ്പനി അവരുടെ ഓഹരി 49% ഓഹരി MSC കമ്പനിക്ക് കൈമാറുന്നു എന്ന് സംബന്ധിച്ച വാർത്ത ആദ്യം നൽകിയത് ദേശാഭിമാനി പത്രം ആണ് എന്നുള്ളതായിരുന്നു വി.ഡി. സതീശന്റെ വാദം. എന്നാൽ അത് പൂർണ്ണമായും തെറ്റാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണ് എന്ന് വ്യക്തമാവുകയാണ്. അതിന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഇതിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് സംബന്ധിച്ച് ഇതിനു മുൻപ് വന്ന വാർത്തകൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വാദം പൊളിക്കുകയുണ്ടായി. അതായത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇത് സംബന്ധിച്ച് ഈ കരാർ ഒപ്പിടുന്നതിന് മുൻപ് മുൻകൂർ അനുമതി വാങ്ങിയിരുന്നോ, മുൻകൂർ അനുമതി സർക്കാരിൽ നിന്ന് ലഭിച്ചിരുന്നോ എന്നത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് നേരെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില വാദങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ വാർത്ത ആദ്യം വരുന്നത് ദേശാഭിമാനിയിലാണ്. അപ്പോൾ മുൻ സർക്കാരിന് ഇതേക്കുറിച്ച് അറിയുമായിരുന്നു. ആ സർക്കാരാണ് ഈ ദേശാഭിമാനി പത്രത്തിന്റെ സോഴ്സ് എന്നൊക്കെയായിരുന്നു വി.ഡി. സതീശന്റെ വാദം. എന്നാൽ അത് തീർത്തും തെറ്റാണ് എന്ന് ഇന്ന് വ്യക്തമായി. മന്ത്രി P. രാജീവ് അതിന്റെ തെളിവ് സഹിതം അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രദർശിപ്പിച്ചു. ഇത് വാർത്ത ആദ്യം വരുന്നത് എക്കണോമിക് ടൈംസ് എന്ന പത്രത്തിലാണ്. ഇത് സംബന്ധിച്ച് ആദ്യം വാർത്ത വരുന്നത് ജൂൺ 1 അതിനുശേഷം മാതൃഭൂമി പത്രത്തിലാണ് പിന്നീട് ഈ ഓഹരി കൈമാറ്റം സംബന്ധിച്ച വാർത്ത വന്നത്. മാതൃഭൂമിയിൽ അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ എന്ന തലക്കെട്ടുമായാണ് ഈ വലിയ വാർത്തയായി മാതൃഭൂമി പത്രം ജൂൺ 3 പ്രസിദ്ധീകരിച്ചത്. അതിനൊക്കെ ശേഷമാണ് ദേശാഭിമാനിയിലും ഈ വാർത്ത വരുന്നത്. അപ്പോൾ വസ്തുത ഇതായിരിക്കെ ഒരു വലിയ കള്ളം മറച്ചുവെക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഇത്തരം വീണ്ടും ചില കള്ളങ്ങളാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞത് എന്നാണ് P. രാജീവ് ഇന്ന് പറഞ്ഞത്. അതുകൂടാതെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ ആധികാരികമായ രീതിയിൽ എന്ന നിലയിൽ തെറ്റായ വിവരങ്ങൾ ആണ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ അദ്ദേഹം പറയുന്നത്. അതിൽ ഈ പത്രത്തിന്റെ കാര്യം മാത്രമല്ല, പത്രവാർത്ത സംബന്ധിച്ച കാര്യം മാത്രമല്ല, എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയുണ്ടായി. സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് തെറ്റാണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അത് P. രാജീവ് വിശദീകരിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച ഓഹരി കൈമാറ്റം സംബന്ധിച്ച ആ കരാർ വ്യവസ്ഥകളിൽ ആർക്കും തന്നെ തർക്കമില്ല. കരാർ കൈമാറാം. പക്ഷേ ആ കൈമാറുന്നതിന് മുൻപ് മുൻകൂർ അനുമതി വാങ്ങിയിരുന്നോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ മുൻകൂർ അനുമതി ലഭ്യമാക്കാനായി സർക്കാരിനെ അറിയിച്ചിരുന്നോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. യഥാർത്ഥത്തിൽ ജൂൺ 29 തന്നെ ഈ കരാറിൽ ഒപ്പുവെച്ചതായി സെബിക്ക് നൽകിയ കത്തിൽ അദാനി വ്യക്തമാക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കെ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി ഉത്തരം പറയാൻ തയ്യാറാകാതെ ഇത്തരം ഈ വാർത്ത ആദ്യം വന്നത് ദേശാഭിമാനിയിലാണ്. ജൂൺ 11 പുതിയ MD ഈ ഇപ്പോഴത്തെ സർക്കാർ നിയോഗിച്ച MD ചുമതലയേൽക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള പൊള്ളായ വാദങ്ങൾ അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ് മുൻ മന്ത്രി P. രാജീവ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ UDF സർക്കാർ അധികാരമേൽക്കുന്നത് മെയ് 18 അപ്പോൾ പുതിയ സർക്കാരിന്റെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് നടപടികൾ ഉണ്ടാവുക. അപ്പോൾ MD ജൂൺ 11 എന്നുള്ള വാദമൊക്കെ തീർത്തും പൊള്ളയായി ഈ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമത്തിന്റെ ഭാഗമായി മാത്രമേ അത്തരം വാദങ്ങളെ കാണാൻ കഴിയൂ എന്നുള്ളതാണ് മുൻ മന്ത്രി P. രാജീവ്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. കൊച്ചിയിൽ നിന്ന് ഉമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.